നന്നൂസേ അമ്മ വന്ന് വിളിച്ചോണ്ട് വരാം അമ്മ. ഇവിടെ അടുത്ത് ദേവീക്ഷേത്രം അല്ലേ? ദേവീക്ഷേത്രം. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. അപ്പം നമ്മൾ രാവിലെ ഉണർന്നിട്ടുണ്ട്. എന്നെ ഉണർത്തിയത് തന്നെ നന്നു കേട്ടോ. നന്നു ഉണർന്നപ്പം ഞാനും ഉണരും. അവൾ ചെറിയ ചെറിയ സൗണ്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോഴത്തേന് ഞാനും ഉണരും. ഇപ്പം വീണ്ടും ഉറങ്ങാനുള്ളൊരു ഇത്, അതിനുള്ള ചെറിയ ചെറിയ കരച്ചിലുകളാട്ടോ. തനു ഇവിടെ അല്ല കിടക്കുന്നത് കേട്ടോ, അമ്മൂമ്മയുടെ കൂടെ കിടക്കുന്നത്. അവൾ ഉണർന്നിട്ടില്ല. അവൾ ഉണർന്നായിരുന്നെങ്കിൽ ഇപ്പം ഡോറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുട്ടിയാന്. ഇങ്ങനെ ഉറങ്ങടി നന്നൂസേ, നന്നൂസേ ഉറങ്ങണ്ടായോ? ഉറക്കാൻ നോക്കിയതാട്ടോ, പക്ഷെ അവൾ ഉറങ്ങിയില്ല. അപ്പം ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്തു. പിന്നെ രാവിലെ ഞാൻ എണീക്കുമ്പം ഡിസംബർ ജനുവരി മാസമൊക്കെ നല്ല തണുപ്പല്ലേ, അപ്പം നമ്മുടെ സ്കിന്നും നല്ലതായിട്ട് എൻ്റെ സ്കിൻ ഒന്നുമാതിരി ഡ്രൈ സ്കിന്നാണ്. അപ്പം നന്നായിട്ട് പൊരപൊരാന്നൊക്കെ ഇരിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇടും കേട്ടോ. അപ്പം മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് കുഞ്ഞിനെ അവിടെ വല വെച്ചിട്ട് ഞാൻ വെളിയിലോട്ട് പോവാം കേട്ടോ. അപ്പം നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. അമ്മ അപ്പം ഉണ്ടാക്കുവാണേ. പൂവപ്പമാണ് ഉണ്ടാക്കുന്നത്. അമ്മ അപ്പത്തിൻ്റെ കൂടെ എന്താ കൂട്ടാൻ? അപ്പത്തിൻ്റെ കൂടെ കൂട്ടാൻ ചമ്മന്തിയാണ്. പൂവപ്പം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ചമ്മന്തിക്കുള്ള തേങ്ങ തിരുമ്മുവാണേ ഞാൻ. തനു ഇതുവരെ ഉണർന്നില്ല. ഉണരാൻ ഭയങ്കര മടിയാട്ടോ. പിന്നെ കുറച്ച് നാളൂടെ കഴിഞ്ഞാൽ സ്കൂളിൽ പോകണമല്ലോ. അപ്പം അത്രയും നാൾ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഓർമ്മയുണ്ടായോ? നന്നൂസ് ഉറങ്ങിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സിറ്റൗട്ടിൽ പാവിരിച്ച് അവളെ അവിടോട്ട് കിടത്തി. എന്നിട്ട് നമ്മൾ ആഹാരം കഴിക്കും കേട്ടോ. ഈ ഒരു പ്രായം ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനൊക്കെ കിടന്നോളും. ഇനി ഇച്ചിരി കൂടെ അങ്ങോട്ട് ആവുമ്പോഴാണ് നമ്മളെ കഴിക്കാനൊന്നും സമ്മതിക്കാത്തത്. അപ്പം രാവിലെ കണ്ട് ഈ വെട്ടം നല്ല രസമാണ് കാണാൻ. ആ വെയിൽ കണ്ടോ, രാവിലത്തെ ഇളം വെയിൽ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ വരും. നല്ല രസമാണ് കാണാൻ. അപ്പോഴത്തേന് തനു ഉണങ്ങും കേട്ടോ. തനു ഉണന്ന് ഇനിയിപ്പോൾ തനുവിനെ പല്ലൊക്കെ തേപ്പിച്ചിട്ട് തനുവിന് ആഹാരം കൊടുക്കണം. അച്ഛനാണെങ്കിൽ ഇവിടെ ഇരുന്ന് മഞ്ഞൾ കഴുകുക കേട്ടോ. നമ്മളിവിടെ മഞ്ഞൾ ഇങ്ങനെ ഉണക്കി പൊടിപ്പിച്ച് എടുക്കാറുള്ളതാണ് കേട്ടോ. നമ്മളല്ലാണ്ട് മഞ്ഞൾ കടയിൽ നിന്ന് വാങ്ങാറില്ല. പച്ചമഞ്ഞൾ ഇങ്ങനെ പൊടിച്ച് മഞ്ഞപ്പൊടി ആക്കുക ചെയ്യാറുള്ളത്. അങ്ങനെ തനു കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര മടിയായിരുന്നേ. അതിനുള്ള ഓരോ അടവുകൾ എടുക്കുമായിരുന്നു. വേറെ ഡ്രസ്സില ഇത് മതിയോ? അമ്മ വന്ന് വിളിച്ചോണ്ട് വരാം അമ്മ. അങ്ങനെ തനു അംഗനവാടിയിലൊക്കെ പോയി. ഞാൻ കുളിക്കാൻ പോവാട്ടോ. നമ്മുടെ നന്നൂസ് ഉറക്കമാണേ. കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ പോവാ. അവിടെ അടുത്ത് ദേവീക്ഷേത്രം അല്ലേ? ദേവീക്ഷേത്രത്തിൽ സപ്താഹം തുടങ്ങി. ഇനി അത് കഴിക്കാൻ പോവാ. ഞാനും അമ്മയും കൂടാ പോന്ന്. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വന്ന് ഇനിയിപ്പോൾ ഒന്നുമില്ല. ഉച്ചയ്ക്ക് എന്നും ഉള്ളത് തന്നെ ഉച്ചമയക്കം. അത് കഴിഞ്ഞിട്ട് 3 മണിയാകുമ്പം തനു വരും. പിന്നെ അവളെ അമ്മയോ അല്ലെങ്കിൽ ഞാനോ പോയി വിളിച്ചുകൊണ്ട് വരും. എന്തോ ആയി എന്ന് അറിയത്തില്ല. ഇന്നാണെങ്കിൽ കരഞ്ഞു കൂവിയാ പോയേക്കുന്നേ. അപ്പം എന്തുവാന്ന് ഇനിയിപ്പം വരുമ്പോൾ വിശേഷങ്ങളൊക്കെ അറിയാം. പിന്നെ നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സായി. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്.
കാരണം വെച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഇത്രയും പേരെന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം. ഇത് വലിയൊരു കാര്യമൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവാം. ഉറങ്ങാൻ കിടന്നതേ ഉള്ളൂ കേട്ടോ. നന്നൂസ് ഉറങ്ങിയില്ല, അതുകൊണ്ട് ഞാനും ഉറങ്ങിയില്ല. നമ്മുടെ തനു കൊണ്ട് തിരിഞ്ഞു നിൽക്കുക കേട്ടോ, എന്നോട് പിണങ്ങി. അവളെ ഇന്ന് അംഗനവാടി വിട്ടതിന് ഭയങ്കര പിണക്കമൊക്കെ ആയിരുന്നു, പിന്നെ അങ്ങ് മാറി കേട്ടോ. അങ്ങനെ ചായ കുടിക്കുന്ന സമയമായി. ചായക്ക് നെയ്യപ്പമായിരുന്നു. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം നെയ്യപ്പം വാങ്ങിയിട്ട് വന്നായിരുന്നു കേട്ടോ. രാത്രിയായപ്പോൾ അവളെ ആശുപത്രി കൊണ്ടുപോയേ. അവൾക്ക് ചുമയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാവിലത്തെ ഈ കാലാവസ്ഥയുടെ ആയിരിക്കും, രാവിലെ ഈ കുളിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം, നല്ല ചുമയുണ്ടായിരുന്നു. അപ്പം ആരംഭത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാണിച്ചു കേട്ടോ. അപ്പം ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം രാത്രി കഞ്ഞി കേട്ടോ, അവൾക്ക് പിന്നെ കഞ്ഞി ഇഷ്ടം. അങ്ങനെ അവൾ കഞ്ഞി കുടിക്കുവാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കമൻ്റ് ഇട്ട് കേട്ടോ, ചേച്ചി ഇനിയും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണേന്ന്. സത്യം പറഞ്ഞാൽ ആ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. എന്നെ ഇവിടേക്ക് ഇരുന്ന് ആരൊക്കെയോ സ്നേഹിക്കുന്നുണ്ടല്ലോ എൻ്റെ വീഡിയോ എന്ന് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതിനോട് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ തന്നെ ഉടനെ തന്നെ ചെയ്യാൻ കാരണം. ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാം. കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്, എങ്കിലും ഏറെക്കുറെ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാം. ഉറങ്ങാൻ സമയമായെങ്കിൽ ഇപ്പോഴേ ഞാൻ ഉറങ്ങത്തില്ല, കുറച്ച് നേരമൊക്കെ ഫോണിൽ കളിച്ചിട്ട് ഇനിയിപ്പം കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.